ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം അഭിനയിക്കില്ല എന്ന പ്രസ്താവനയുമായി നടി വിൻസി അലോഷ്യസ് അത് ഇതിനു മുൻപ് പറഞ്ഞതാണ്. പക്ഷേ അതിലൊരു വിശദീകരണം എന്നുള്ള നിലയിലാണ് വിൻസി ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ ആ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. സെറ്റിൽ വെച്ച് ഒരു നടൻ തന്നോട് മോശമായി പെരുമാറിയെന്നും ഇയാൾ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നും വിൻസി പറയുന്നു. ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് വിൻസി നിലപാട് വ്യക്തമാക്കുന്നത്. ഈ പൊടി വെള്ളപ്പൊടി തുപ്പുന്നത് കണ്ടു തുടങ്ങിയ കാര്യങ്ങളാണ്. അനുകൂലിച്ചും പ്രതികരിച്ചും കമന്റുകൾ സ്വാഭാവികമാണ്. പ്രതികരണം നോക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ആദ്യമേ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണ് എന്ന് വ്യക്തമാക്കിയിട്ട് ബാക്കി സംസാരിക്കാം. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു പ്രോഗ്രാം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ മുൻനിർത്തിക്കൊണ്ട് നടത്തപ്പെടുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അവിടെ സംസാരിക്കുന്നതിനിടയിൽ ഒരു പ്രസ്താവന ഞാൻ പറയുകയും ചെയ്തിരുന്നു. അതായത് പ്രസ്താവന ഇങ്ങനെയായിരുന്നു: എൻ്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഞാനിനി സിനിമ ചെയ്യില്ല എന്നുള്ളതായിരുന്നു ആ പ്രസ്താവന. അതിന്റെ ഒരു വിശദീകരണം എന്ന രീതിയിലാണ് വിൻസി പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ, ഗുരുതരമായ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതായത് ഈ മൂന്നാല് ദിവസം മുൻപേ ഇങ്ങനെ അഭിനയിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് കമന്റുകൾ വിൻസിക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ കേൾക്കാൻ കഴിഞ്ഞില്ല. തുടർച്ചയായിട്ടാണ് വിൻസി പറയുന്നത് സെറ്റിൽ വെച്ചൊരു നടൻ ലഹരി ഉപയോഗിച്ചു, അത് വെള്ളപ്പൊടി തുപ്പുന്നത് കണ്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ. പക്ഷേ പേര് പറയാൻ തയ്യാറായിട്ടില്ല. സ്നേഹമോൾ 99 കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. സ്നേഹ, ആദ്യം വിൻസി ഈ കാര്യം പറയുമ്പോഴേക്കും ആളുകൾ പറയുന്നത് എന്തുകൊണ്ട് പേര് പറയുന്നില്ല എന്നൊക്കെയാണ്. ഒന്നുമില്ലെങ്കിൽ നിയമപ്രകാരമുള്ള നടപടികളൊക്കെ വരാം. പക്ഷേ ഈ പേര് പറയാതെ ആരോപണങ്ങൾ വരുമ്പോഴും പലരും പുകമറയ്ക്കുള്ളിലായി പോകുന്ന ഒരു പ്രശ്നമുണ്ട്. എന്താണ് വിൻസി ഈ പുതിയ വീഡിയോയിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ? ശരി, മലയാള സിനിമയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി സിനിമാ ലൊക്കേഷനുകളിലടക്കം ലഹരി വളരെ സജീവമാണ് എന്ന് സിനിമാ സംഘടനകൾ തന്നെ തുറന്നു പറയും. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു മേക്കപ്പ് മാൻ അടക്കമുള്ളവർ സിന്തറ്റിക് കഞ്ചാവുമൊക്കെയായി പിടിയിലാക്കപ്പെട്ടത്. അപ്പോൾ വളരെ ശക്തമായ പരിശോധന ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അതിനിടയിൽ നിന്ന് തന്നെയുള്ളവർ തിരുത്തലുകളുമായി വരുന്നു എന്നതാണ് പ്രത്യേകത. സ്നേഹമോൾ 99. സ്നേഹ, എന്താണ് വിൻസി ഈ പുതിയ വീഡിയോയിൽ പറയുന്നത്? എങ്ങനെയായിരുന്നു അവർക്ക് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായത്? ദിനേശ്, കഴിഞ്ഞ ദിവസം ഈ വിൻസി അലോഷ്യസ് ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ സംസാരിച്ചപ്പോൾ ലഹരി ഉപയോഗിക്കുന്നവരുമായി താടിനി സിനിമയിൽ അഭിനയിക്കില്ല എന്ന് തന്റെ നിലപാട് തുറന്നു പറഞ്ഞിരുന്നു. പക്ഷേ ഇതിന് പിന്നാലെ നിരവധി സൈബർ ആക്രമണം വിൻസിക്ക് നേരിട്ടിരുന്നു. ഇതേ തുടർന്ന് എന്തുകൊണ്ടാണ് ഈ നിലപാട് താൻ വ്യക്തമാക്കിയത് എന്നൊരു കാര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ വിൻസി ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെ തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഒരു സിനിമയിൽ ഒരു പ്രമുഖ നടൻ ലഹരി ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തന്നോടും തന്റെ സഹപ്രവർത്തകയോടും അടക്കം ലഹരി ഉപയോഗിച്ചതിന് ശേഷം ഇദ്ദേഹം മോശമായി പെരുമാറി. വസ്ത്രത്തിന് ഒരു പ്രശ്നം വന്നപ്പോൾ താൻ ശരിയാക്കി തരാം എന്നതടക്കം പറഞ്ഞുകൊണ്ട് ഇവരെ സമീപിക്കുകയുണ്ടായി. അങ്ങനെ തങ്ങൾക്കും അതുപോലെ തന്നെ വിൻസിക്കും വിൻസിയുടെ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും ദോഷകരമായ രീതിയിൽ ഇദ്ദേഹം പെരുമാറുകയുണ്ടായി. മാത്രമല്ല, ഇദ്ദേഹത്തെ അപ്രതീക്ഷിതമായി എന്തോ ഒരു വസ്തു വെള്ള പോലുള്ള ഒരു പൊടി വായിലിട്ട് തുപ്പുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മറ്റ് സഹപ്രവർത്തകർക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു സെറ്റിൽ ഇയാളുടെ മോശമായ പെരുമാറ്റം. വ്യക്തിപരമായി ഈ ലഹരി ഉപയോഗിക്കുന്നതിനോടല്ല, സെറ്റിലെത്തി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഇദ്ദേഹം മോശമായി പെരുമാറി. ഇതിനെയാണ് താൻ എതിർത്തത്. താൻ സിനിമയിൽ അഭിനയിക്കാൻ തനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ വെച്ച് സിനിമ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് സഹപ്രവർത്തകർക്കടക്കം ഈ സിനിമാ സെറ്റിലുള്ള എല്ലാവരുടെയും ഒരു ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ക്ഷമിച്ച് ഇത് നിന്നത് എന്നതാണ് വിൻസി പറയുന്നത്. ഇനി മദ്യമായാലും മറ്റ് ഏത് തരത്തിലുള്ള ലഹരി ആയാലും താനത് ഉപയോഗിക്കുകയില്ല എന്ന് നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിലപാട് താൻ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനോടനുബന്ധിച്ച് തന്റെ നിലപാട് വ്യക്തമാക്കിയത് എന്നാണ് നിലവിൽ വിൻസി ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. ശരി, സ്നേഹമോൾ 99 വിവരങ്ങൾ നൽകിയത്. ആരാണ്, എന്താണ്, ഏത് സിനിമയുടെ ഭാഗമാണ് എന്നൊന്നും തന്നെ പറയുന്നില്ല. അതിൽ തന്നെ പറയുന്നുണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകുന്ന സമയത്തൊരു മോശം കമന്റ് വരുന്നു, വെള്ളപ്പൊടി തുപ്പുന്നത് കണ്ടു. അങ്ങനെ എല്ലാവർക്കും അറിയാം. എന്നിട്ടും അത് ക്ഷമിച്ചങ്ങ് നിൽക്കുകയാണ്, ഒരു നടപടിയില്ല. എന്തായാലും പക്ഷേ ഇപ്പോൾ ഇങ്ങനെയെങ്കിലും പറയാൻ ധൈര്യം കാണിക്കുന്നത് ഇനി അത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം അഭിനയിക്കില്ല. ഇപ്പോൾ വിൻസിയുടെ ആ പോസ്റ്റിനടിയിൽ ആളുകൾ പറയുന്ന ഈ ഒരു നിലപാട് സിനിമാ സംഘടനകൾ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആളുകളെ സിനിമകളിൽ നിന്ന് അകറ്റി നിർത്താൻ സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ തയ്യാറായി കഴിഞ്ഞാൽ ഈ പ്രശ്നം വലിയ അളവിൽ, കാരണം കരിയറാണല്ലോ വലുത്, അതിനെ മുകളിൽ ലഹരി നിൽക്കുമെന്ന് അറിയില്ല. അപ്പോൾ കരിയർ പ്രതിസന്ധിയിലായി പോകുമെന്നറിഞ്ഞാൽ ഒരുപക്ഷെ ഇതൊക്കെ ഉപയോഗിക്കുന്നവർ അതിൽ നിന്ന് പിൻവാങ്ങാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും വിൻസി അങ്ങനെ ഒരു നിലപാട് പറഞ്ഞത് സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടാണ്. അങ്ങനെ പറയാൻ കാണിച്ച ധൈര്യത്തിന് എന്തായാലും അഭിനന്ദനങ്ങൾ. ഇനി അനുഭവങ്ങളുള്ളവർ
കൂടുതൽ തുറന്നു പറയട്ടെ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കമന്റുകളാണ് ഇപ്പോൾ വിൻസിയുടെ വീഡിയോയ്ക്ക് താഴെ ഒരുപാടായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല കാര്യം തന്നെയാണ്.